കാഴ്ചയുടെ വിസ്മയം ഒരുക്കുന്ന ശാന്തിഗിരി ഫെസ്റ്റ് നാളെ അവസാനിക്കുകയാണ്. ഒരു മാസത്തോളം നീണ്ടുപോയ ഫെസ്റ്റിവലിൽ വൻ ജനപങ്കാളിത്തം ഉണ്ടായി. എ വി ജയശങ്കർ ചേരുന്നു. ജയശങ്കർ, പറയൂ. ഗുഡ് മോർണിംഗ് SKN. കഴിഞ്ഞ ഒരു മാസക്കാലം ഈ പൊത്തൻകോടുകാർക്ക് വലിയ ആഘോഷമായിരുന്നു. അവർ രാവിലെ 11 മണി മുതൽ രാത്രി വരെ ഈ ശാന്തിഗിരി ഫെസ്റ്റിൻ്റെ ഭാഗമായിരുന്നു. അത്രമാത്രം വർണ്ണക്കാഴ്ചകളാണ് ശാന്തിഗിരി ഫെസ്റ്റിൽ ആളുകൾക്ക് വേണ്ടി ഒരുക്കിയിരുന്നത്. വിദ്യാർത്ഥികൾക്കുൾപ്പെടെ ഫെസ്റ്റിൽ സൗജന്യ പ്രവേശനം ഒരുക്കിയിരുന്നു. ഈ ഹെലികോപ്റ്റർ യാത്ര ഉൾപ്പെടെ വലിയ വിസ്മയങ്ങൾ സാധാരണക്കാരെ കാത്ത് ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾ എല്ലാ ദിവസവും ഇവിടെ വന്ന് കൃത്യമായി വാർത്തകൾ കവർ ചെയ്തിരുന്നു, പരിപാടികൾ നൽകിയിരുന്നു. അങ്ങനെ എല്ലാ തരത്തിലും കഴിഞ്ഞ ഒരു മാസക്കാലം വലിയ ആഘോഷമാണ് ഇവിടെ നടന്നത്. എന്തായാലും ആ ഫെസ്റ്റ് സമാപിക്കാൻ പോവുകയാണ്. നാളെയാണ് ആ ഫെസ്റ്റിൻ്റെ സമാപനം ഉണ്ടാവുക. വലിയ പരിപാടികൾ സമാപന ദിനത്തിലും ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ശാന്തിഗിരി ആശ്രമത്തിൻ്റെ നെടുന്തൂണ് ഗുരുരത്നം ജ്ഞാനതപസി 24-നോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം ബാക്കി കാര്യങ്ങൾ പറയും. എങ്ങനെയാണ് നാളെ അവസാനിക്കുകയാണ് സ്വാമി? അപ്പോൾ നാളത്തെ പരിപാടികൾ എന്താണ്? ആദ്യമായി SKN ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ കാഴ്ചയുടെ ഉത്സവത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും വരുവാനും ഇതൊരു വമ്പിച്ച വിജയമാക്കി തീർക്കുവാനും അക്ഷീണമായ പ്രവർത്തനത്തിന് താങ്കളുടെ ടീം ഇവിടെ വന്ന് ഈ കാര്യങ്ങൾ ചെയ്തതിലുള്ള അഗൈതവമായ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. ഇവിടെ സാഹിത്യവും കലയും വർണ്ണാഭമായ കാഴ്ചകളുമൊക്കെ ഒരുമിച്ച് ചേർന്ന് ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം നേടിയ ഈ ഫെസ്റ്റ് നാളെ സമാപിക്കുകയാണ്. ഫെസ്റ്റ് നഗരിയിലേക്കുള്ള പ്രവേശനം സൗജന്യമാക്കിയിരിക്കുകയാണ് ഇന്നും നാളെയും. ഈ കാലഘട്ടത്തിനിടയിൽ, അതായത് ഈ ഫെസ്റ്റ് തുടങ്ങിയത് നമുക്കറിയാം ഓണത്തിൻ്റെ തിരക്കുകൾക്ക് ശേഷമാണ്. ആ സമയത്ത് നമ്മുടെ വയനാട്ടിലുണ്ടായ ദുരന്തത്തെയൊക്കെ തുടർന്ന് ഓണത്തിന് നിശ്ചയിച്ചിരുന്ന ഫെസ്റ്റ് ഓണം കഴിഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങിയത്. ഓണം കഴിഞ്ഞിട്ട് 2 ആഴ്ചയ്ക്ക് ശേഷമാണ് തുടങ്ങിയതെങ്കിൽ തന്നെയും ഓണത്തിൻ്റെ വരുന്ന ആ തിരക്ക് തന്നെ ആ ഫെസ്റ്റിൽ യഥാർത്ഥത്തിൽ അനുഭവപ്പെടുകയുണ്ടായി. അത് കഴിഞ്ഞതിന് ശേഷമുള്ള ഏതാണ്ട് 3 മാസത്തിൽ ഒരുപക്ഷെ ഇത്രയും നീണ്ട കാർണിവൽ കേരളത്തിൽ തന്നെ അപൂർവമാണെന്ന് എനിക്ക് തോന്നുന്നു. ഏതാണ്ട് 90 ദിവസങ്ങളിലായിട്ട് നീണ്ട ഈ കാർണിവൽ, അതിനാണ് നാളെ സമാപനമാകുന്നത്. ഏതാണ്ട് 3.5 ലക്ഷത്തോളം ആളുകൾ, മുതിർന്നവരും കുട്ടികളുമൊക്കെ ആയിട്ട് ഇവിടെ എത്തിച്ചേർന്നു. അത്രയും ആളുകൾ ഒരുമിച്ച് ഗ്യാദർ ചെയ്യുക എന്ന് പറയുന്നതും ഒരു അപൂർവമായ സംഭവമാണ്. പ്രത്യേകിച്ച് ഒരു ഫെസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം, ഒരു ആഘോഷത്തെ സംബന്ധിച്ചിടത്തോളം, ഒരു കാർണിവലിനെ സംബന്ധിച്ചിടത്തോളം. ഈ സമാപന ദിവസമായ നാളെ എന്തൊക്കെയാണുള്ളത് പ്രത്യേകമായിട്ട്? നാളെ ഈ ഫെസ്റ്റിൻ്റെ കാഴ്ചകൾ അതുപോലെ തന്നെ തുടരുന്നു. അതുപോലെ തന്നെ ഒരു ഐസ് കാർവിങ്, ഞാൻ നേരത്തെ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഐസ് കാർവിങ്, അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ നടക്കും. അത് വളരെ അപൂർവമായ ഒരു കാഴ്ചയാണ്. പ്രധാനമായിട്ടും അത് പ്രത്യേകിച്ചും ആളുകൾക്ക് TV-യിലൂടെയൊക്കെ അത് കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെയും ആളുകൾക്ക് നേരിട്ട് കാണാൻ കഴിയുന്ന ഒരു കാര്യം. ഗാനമേള അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് നാളെ. ഇതിൻ്റെ ഒരു കൺക്ലൂഡിങ് സെറിമണി എന്ന് പറയുന്നത് ഒരു ഗംഭീരമായിട്ടുള്ള മ്യൂസിക് റിയാലിറ്റി ഷോയിലൂടെയാണ്. അത് ഫ്ലവേഴ്സിലൊക്കെ പരിപാടികൾ അവതരിപ്പിച്ച് തെളിഞ്ഞ കലാകാരന്മാരായിട്ടുള്ള ആളുകളാണ് അതിൽ പ്രധാനമായിട്ടും പങ്കെടുക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ്. അപ്പോൾ നാളെ ഇതിൻ്റെ സമാപനമാണ്. നാളെ ഗാനമേള ഉൾപ്പെടെ ഗംഭീര പരിപാടികൾ. എ വി ജയശങ്കറാണ് നമുക്കിപ്പം. താങ്ക് യു ഗുരുരത്നം ജ്ഞാനതപസി. എന്തായാലും ഈ ഫെസ്റ്റിവൽ ഫ്ലവേഴ്സിൻ്റെ സഹകരണത്തോടെയാണ് നടത്തിയത്. ഒരുപാട് ജനങ്ങളെ ഇതിനെ ആകർഷിക്കാൻ കഴിഞ്ഞു എന്നറിയുന്നതിൽ സന്തോഷം. വൺസ് അഗെയിൻ നന്ദി.